ഞായറാഴ്ച 8-ാം തീയതി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടക്കാൻ പോവാണ്. ഉദ്ദേശം 270 വർഷത്തിന് അപ്പുറമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളെ പറ്റിയാണ് ഇവിടെ അറിയിക്കാൻ പോകുന്നത്. രാവിലെ ഒരു 7:45 8:45 ഇടയ്ക്കാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ചടങ്ങുകൾ ഇവിടെ വായിക്കും. എങ്ങനെയാണ് അതിൻ്റെ ക്രമങ്ങൾ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് 2025 ജൂൺ 8. ഏകദേശം 270ഓളം വർഷങ്ങൾക്ക് ശേഷമാണ്, 292 നമ്മൾ ചരിത്രരേഖകൾ കാണുന്നത്, ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം പുനഃസ്ഥാപിച്ച് സ്തൂപിക പ്രതിഷ്ഠ എന്നൊരു ചടങ്ങ് നടക്കുന്നത്. ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം ഇന്നത്തെ രൂപത്തിൽ നിർമ്മിച്ചതും അന്നാണ് ഈ സ്തൂപിക പ്രതിഷ്ഠ നടന്നത്. അതിനുശേഷം ചില കേടുപാടുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 8 വർഷത്തിന് മുമ്പ് ഇത് കേടുപാടുകൾ മാറ്റി പുതിയതായി രൂപകൽപ്പന ചെയ്ത് താഴികക്കുടം സ്ഥാപിക്കണമെന്നൊരു തീരുമാനം എടുത്തത്. 2011 ആഗസ്റ്റ് മാസം ദേവപ്രശ്ന വിധി പ്രകാരം ഉപദേവതാ ബിംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കണമെന്ന പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ 15/6/2013 വിദഗ്ധ സമിതി അധ്യക്ഷൻ കൂടിയായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിൻ്റെയും നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് ഈ കേടുപാടുകൾ പരിശോധിക്കുകയും ഈ കേടുപാടുകൾ മാറ്റി താഴികക്കുടം, അതായത് ഈ സ്തൂപിക പ്രതിഷ്ഠ നടത്തണമെന്നും തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ആ ഒരു നിർമ്മാണ പ്രക്രിയ പല തടസ്സങ്ങളൊക്കെ ഇടയ്ക്ക് വന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ അത് ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ സർവതോമുഖമായിട്ടുള്ള ഐശ്വര്യം, ആ ഐശ്വര്യം ഇനി ഈ പ്രതിഷ്ഠ കഴിയുന്നതോടുകൂടി ജനനന്മയ്ക്കും ഉള്ള ഒരു വഴി തുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നതും അതങ്ങനെ സംഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു ചരിത്ര നിയോഗമാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് ലോകനാഥനായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ സ്തൂപിക പ്രതിഷ്ഠാ ചടങ്ങ് എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഇതിൽ പങ്കെടുക്കാനും ഇത് കാണാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനോടൊപ്പം തന്നെ 3 ചടങ്ങുകൾ വിശ്വസേന പ്രതിഷ്ഠ, വിശ്വസേനയുടെ പ്രതിഷ്ഠയുടെ കേടുപാടുകളും ഇതോടൊപ്പം കണ്ടിരുന്നു. അതും നമ്മൾ പുനഃപ്രതിഷ്ഠ നടത്തുകയാണ്. കേടുപാടുകൾ മാറ്റിയ പുതിയതായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ അഷ്ടബന്ധം, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അഷ്ടബന്ധവും ഇതോടൊപ്പം നടത്തുന്നു. നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ ചെറിയ കേടുപാടുകളുണ്ടായിരുന്നു, അതും ഇതോടൊപ്പം തീർക്കുകയാണ്. ഇങ്ങനെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ 3-4 ചടങ്ങുകളാണ് ജൂൺ 8-ാം തീയതി നടക്കുന്നത്. ജൂൺ 2-ാം തീയതി തുടങ്ങി അതിൻ്റെ പൂജകൾ തുടങ്ങി 8-ാം തീയതി ഇതിൻ്റെ പരിസമാപ്തി രാവിലെ 7:40-നും 8:40-നും ഇടയ്ക്കാണ് ഇത് നടക്കുന്നത്. അകത്ത് നമുക്ക് അതെ ബാക്കി പുറത്തു നിന്ന് വീഡിയോ എടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ലോങ് ഡിസ്റ്റൻസേ പറ്റുള്ളൂ. അകത്ത് ക്ഷേത്രത്തിനകത്ത് സുരക്ഷാ കാരണങ്ങളാൽ അത് അനുവദിക്കുന്നതല്ല. അതിനാൽ പോലീസുമായിട്ട് ആലോചിച്ച് ക്ഷേത്രത്തിന് പുറത്തു നിന്ന് ഹൈറൈസ് ബിൽഡിങ്ങിൽ നിന്ന് എടുക്കാനുള്ളൊരു സംവിധാനവും ക്ഷേത്രത്തിൻ്റെ 4 നടയിലും CCTV LED വാൾ ഡിസ്പ്ലേ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ അന്നേ ദിവസം പറ്റിയെന്നിരിക്കില്ല. ആ സമയം ചടങ്ങ് കാണാൻ വളരെയധികം ക്ഷേത്ര ഭക്തർക്ക് നേരിട്ട് ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകുവാൻ അത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തുവാൻ വേണ്ടി
മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ് വിശ്വാസം. ചടങ്ങ് നമുക്ക് പറയാം. ചടങ്ങിനെക്കുറിച്ച് രാവിലെ ക്ഷേത്രം ട്രസ്റ്റിയും ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വലിയ തമ്പുരാനുമായിട്ടുള്ള മൂലം തിരുനാൾ രാമവർമ്മ അദ്ദേഹം ചെമ്പകത്തുമൂട് നിന്ന് ശീവേലിപ്പുര വഴി പതിവായിട്ടുള്ള എഴുന്നള്ളത്ത് നടത്തുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ശ്രീപത്മനാഭസ്വാമിയെ ദർശനം കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവമ്പാടിയിലെത്തുന്നു. അവിടെ എത്തി അഷ്ടബന്ധം ചടങ്ങിൽ പങ്കെടുക്കുന്നു. പങ്കെടുത്തതിന് ശേഷം തമ്പുരാൻ്റെ നേതൃത്വത്തിലുള്ള തന്ത്രിമാരടക്കമെന്നുള്ള സംഘം വിശ്വസേന പ്രതിഷ്ഠ ചടങ്ങിൽ എത്തി അതിൽ പങ്കെടുക്കുകയാണ്. അവിടെ നിന്ന് തമ്പുരാനും തന്ത്രിമാരും നമ്പിമാരടങ്ങുന്ന സംഘം കലശങ്ങളുമായി കിഴക്ക് വശം കൊടിമരം വഴി പുറത്തു വന്ന് തെക്കേ ശിവേലിപ്പുര ചുറ്റി പടിഞ്ഞാറ് വശം എത്തുന്നു. അവിടെ എത്തി കലശങ്ങളുമായി തമ്പുരാൻ അവിടെ നിൽക്കുന്നു. കലശങ്ങളുമായി തന്ത്രിമാരുടെ സംഘം താൽക്കാലികമായി ചാരം കെട്ടിയിട്ടുള്ള നടപ്പാത വഴി ശ്രീകോവിലിൻ്റെ മുകളിലെത്തി അഭിഷേകം നടത്തുന്നു. ഇതാണ് ചടങ്ങ്. ഇതാണ് കുംഭാഭിഷേകം എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് പൊതുജനങ്ങൾക്കുള്ള ദർശനം ഉണ്ടാകുന്നത്. ഭക്തജനങ്ങളുടെ സ്പോൺസർ അത് ഇതിലേക്ക് വേണ്ടി പല രീതിയിൽ പല സംഭാവനകൾ ഭക്തരായിട്ടുള്ള പലരും നൽകിയിട്ടുണ്ട്. അത് ഇന്ന താഴികക്കുടമുണ്ട്, അതുമായി അനുബന്ധപ്പെട്ട് മറ്റ് സാധനങ്ങളെല്ലാം തന്ന് അപ്രകാരവുമുണ്ട്. ഒരു താഴികക്കുടം അങ്ങനെ പ്രത്യേകിച്ചില്ല, പൊതുവായിട്ട് പണമായും സ്വർണ്ണമായും എല്ലാം ഇതിൽ നമ്മളെ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വാമിയുടെ ഭക്തന്മാർ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളുടെയും അവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭരണസമിതി, ഇപ്പോഴത്തെ ഭരണസമിതിയും കഴിഞ്ഞ ഭരണസമിതിയും അടക്കമുള്ള എല്ലാ ഭരണസമിതികളും ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ജീവനക്കാരുടെ വലിയൊരു പങ്ക്, ആത്മാർത്ഥമായൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെറും 5 ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഈ ചാരം ഈ ശ്രീകോവിലിൻ്റെ മുകളിലേക്ക് കിട്ടിയത്. ഈ വലിയ മഴ പെയ്തിട്ടും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭക്തിപരമായിട്ടുള്ള മനസ്സുകളുമായിട്ടാണ് ജീവനക്കാർ ഈ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ശില്പിമാർ വളരെ ആത്മാർത്ഥമായി, തടസ്സങ്ങൾ പലതും വന്നെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ശ്രീകോവിൽ മേൽക്കൂര പണികൾ നടത്തിയത് സുനോജാണ്. തേവരപ്പറമ്പിൽ മെറ്റൽ വർക്ക്സാണ്, മാന്നാറിലെ ആണ് സുനോജ്. അതോടെ താഴെ അത് ഉണ്ട്. പിന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ പ്രത്യേക സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം. ക്ഷേത്രത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായും ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരണമെന്നാണ് ഞങ്ങളുടെ എളിയ അഭിപ്രായം. സ്വർണം കാണാതെ പോകുന്ന ഒരു സംഭവങ്ങൾ ഇപ്പം ലാസ്റ്റ് ഒരു 13 പവന്റെ ദണ്ട് കാണാതെ പോയി, പിന്നെ അത് കിട്ടി. എങ്ങനെ ആളാരാണ്, എങ്ങനെയാണ് പോയത്? ഇത്ര സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണ്, ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നുണപരിശോധനയ്ക്ക് ജീവനക്കാരെ വിധേയമാക്കാൻ പോലീസ് പോകുന്നതാണ്. എന്താണ് സംഭവിക്കുന്നത്? അത് വെളിയിൽ പോയിട്ടില്ല, അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കിട്ടിയത്. 13 പവനുണ്ടായിരുന്നു, 107 ഗ്രാം. അത് മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് തിരിച്ചു കിട്ടിയത്, വെളിയിൽ പോയിട്ടില്ല. പക്ഷെ എങ്ങനെ മണ്ണിനടിയിൽ പോയി? മണ്ണിൻ്റെ അടിയിൽ പോയിന്ന അത് ബാഗ് വീണ് താഴെ വീണെന്നാണ് അറിഞ്ഞത്. എന്തായാലും വെളിയിൽ പോയിട്ടില്ല. സംശയം
ഭരണസമിതിക്കുണ്ട്. അപ്പോൾ ആരും മനഃപൂർവ്വമായിട്ട് എടുത്തുകൊണ്ട് പോകാനോ ഒളിച്ചു വെക്കാനോ ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. എന്തോ ബാഗ് പൊത്തിട്ട് അതിൽ കൂടെ വീണതെന്നാണ് അവസാനം കിട്ടിയ അറിവ്. തുണി ബാഗ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? പോലീസ് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ഇപ്പോൾ പോലീസ് പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെക്കൂടത്തിനാണ് ഉദ്ദേശം ഒരു 25 കിലോ അരി നെല്ല് ഓരോ താഴെക്കൂടത്തിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് നെല്ല് ഫില്ല് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഇതുവരെ പുറത്തേക്ക് പോകുന്ന വസ്തുക്കൾ, അതായത് ക്ഷേത്രത്തിൽ നിന്ന് കാണുന്നത് തിരിച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒറിജിനലാണോ മാറ്റി പഴയതാണോ പരിശോധിച്ചിട്ടാണോ എന്നുള്ള അവസ്ഥ? എല്ലാം പരിശോധിച്ചിട്ടാണ് വെക്കുന്നത്. എല്ലാം പൂവട്ടകൾ ഉൾപ്പെടെയുള്ള കാര്യം. പൂവട്ട മറ്റേ ഉരുളി. അതെ അത് എല്ലാവരും നോക്കിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ദർശന സമയം ദർശന സമയത്ത് നമ്മൾ കഴിഞ്ഞിട്ട് ദർശനമുണ്ട് 8:45 കഴിഞ്ഞ്. ഇതെന്തായാലും നമ്മുടെ ഒരു ചരിത്ര നിയോഗമാണ്, ഏറ്റവും വലിയൊരു സംഭവമാണ്. നമ്മൾക്ക് ഈ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പം ഇത് നടക്കുന്നത് ഇനി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്നവരാരും അടുത്തത് ഇത് കാണാൻ കാണില്ല. ഏകദേശം 292 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. ഇനിയും ഇതുപോലെ 300ഓളം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നടക്കുന്നത്. നമ്മളൊക്കെ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു. മുമ്പ് ഇതേപോലെ ഒരു നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് താഴെക്കൂടെ ഊരി മാറ്റിയ സംഭവം അത് പിന്നീട് നവീകരിച്ച് അതന്നെയാണ് 8 വർഷത്തിന് മുമ്പ് അതിൻ്റെ പ്രക്രിയ ചടങ്ങുകൾ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അതാണ് ഊരി മാറ്റിയത്. 8 വർഷമായി താഴെക്കൂടം ഇല്ല. അതാണിപ്പം വരുന്നത്. വിശ്വസേന പ്രതിഷ്ഠ 4 വർഷമായി. അതാണിപ്പോൾ വരുന്നത്. എല്ലാം ഒരുമിച്ച് വാതിലുകൾ ശ്രീകോവിലിൻ്റെ പലകളിൽ മാറ്റി പുതിയ വാതിലുകൾ നിർമ്മിക്കുകയാണ്. അത് മിക്കവാറും 3 വാതിലും നാളെ ഫിറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഇതിനിടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ വന്നല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണി നിർത്തിവെച്ചിരുന്നു, വർക്ക് നിർത്തിവെച്ചിരുന്നു. ഇപ്പം ശിരസ് ഭാഗത്തുള്ള വാതിൽ പുതിയതായിട്ട് നാളെ ഫിറ്റ് ചെയ്യും. അത് ചടങ്ങല്ല, ഫിറ്റ് ചെയ്യുന്നതാണ്. ഈ മാസം കഴിയുമ്പോൾ 3 വാതിലുകളും പണി പൂർത്തീകരിച്ച് കഴിയും. അല്ലേ ശ്രീമാ? ആദ്യത്തെ പടി എന്നുള്ള നിലയിൽ ആദ്യത്തെ ഫസ്റ്റ് വാതിലിപ്പോൾ നമ്മൾ ഡമ്മിയാണ് എടുത്തത്. അതിപ്പോൾ മാറ്റിയിട്ട് ഇതോടനുബന്ധിച്ച് തന്നെ പുതിയ വാതിൽ നമുക്കതിനകത്ത് ഇടാൻ സാധിക്കും. അതുകൂടെ അലങ്കാര താഴിക കൂടെ 4ാമതായിട്ട് നമ്മുടെ ഒറ്റക്കൽ മണ്ഡപത്തിന്റെ മുകളിലായിട്ട് പ്രതിഷ്ഠിക്കുന്നത്. ശ്രീകോവിൽ മേൽക്കൂരയ്ക്ക് പുറമെ ഒറ്റക്കൽ മണ്ഡപം നവീകരിച്ച് ഇത് താഴ്വാരം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ താഴ് അത് നവീകരിച്ചു. പിന്നെ വാമടത്തള്ളം എന്ന് പറഞ്ഞ ഒരു തള്ളുണ്ട് ഈ 2 സൈഡിൽ. അതാണ് പ്രധാന ശ്രീകോവിലിന്റെ പ്രധാന ഭാഗങ്ങളാണ്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നവീകരിച്ചു. ഇനി വിശ്വസേനന്റെ പ്രതിഷ്ഠ അത് ഭഗവാന്റെ ഇതുപോലെ കടശർക്കര യോഗത്തിലുള്ളതാണ്. അപ്പൊ അതിനകത്ത് കരിങ്ങാലി തടി കൊണ്ട് സന്ധികളൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കി കേരള കയർഫട്ടിന്റെ അതായത് ഞങ്ങൾ ഇത് പരിശോധിച്ച സമയത്ത് ഏകദേശം 300 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ആ കയറിന്റെ ആ അംശമാണ് ഞങ്ങൾ അതിൽ നിന്ന് എടുത്തത്. അതേ രീതിയിലുള്ള കയർ തന്നെ ഇത് വീണ്ടും പുനർനിർമ്മിക്കുമ്പോഴും വേണം. ഇതിന്റെ പുറത്ത് കംപ്ലീറ്റ് ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്തായിട്ടാണ് നമ്മുടെ കടുശർക്കര യോഗം പൂശി വിഗ്രഹം നിർമ്മാണം പൂർത്തിയാക്കി എടുക്കുന്നത്. അതേ അളവിലുള്ള കയർ തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഗ്രഹത്തിന്റെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന വിഗ്രഹവും ഇപ്പോഴുണ്ടായിരുന്ന വിഗ്രഹവും വളരെയധികം രൂപത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ കേരള കയർഫട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മങ്കൊമ്പ് ഡിവിഷൻ, അതായത് കേരള കയർഫട്ടിന്റെ മങ്കൊമ്പ് ഡിവിഷന്റെ ഒരു പ്രത്യേക യൂണിറ്റ് ഇതിനു വേണ്ടി പ്രവർത്തിപ്പിച്ചു. ഈ കയർ വച്ച് തന്നെ അതേ രീതിയിൽ 300 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ചകിരിനാരിന്റെ അതേ അളവിലുള്ള കയർ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു.
അതുപോലെ തന്നെ പലതും പല ദ്രവ്യങ്ങളും ഇതിനകത്ത് ഉപയോഗിക്കുന്ന പല കാള കുത്തിയ മണ്ണ്, പിന്നെ ത്രിവേണി സംഗമത്തിലെ മണ്ണ്, പന്നി കുത്തിയ മണ്ണ്, ആന കുത്തിയ മണ്ണ്, പിന്നെ അങ്ങനെ കുറേ മണ്ണുകൾ വേണം. അതുപോലെ തന്നെ ഇതിൽ കൂട്ടിയോജിപ്പിക്കുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള പശകൾ വേണം. ആ പശകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിന്തറ്റിക് ഇങ്ങനെയുള്ളതൊന്നുമല്ല, എല്ലാം ഈ പറഞ്ഞ നാച്ചുറലായിട്ട് ഓരോ സസ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പശകളാണ്. അത് വേണം. പിന്നെ രത്നക്കല്ലുകൾ വേണം ഇതിനകത്തിടാൻ. ഇതെല്ലാം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന്, ഇത് തൃക്കൊഷ്ടിയൂർ സ്വാമിയാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ഈ വിഗ്രഹ നിർമ്മാണത്തിന്റെ ചുമതല ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒന്നും ഒരു പ്രതിഫലം ഇച്ഛിക്കാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ടോ ഒരു ദിവസം കൂലി നിശ്ചയിച്ചുകൊണ്ടോ അങ്ങനെയല്ല, പൂർണ്ണമായിട്ടും അർപ്പിതമായ അർപ്പണത്തോട് കൂടിയിട്ടുള്ള ഒരു സമർപ്പണമാണ് സ്വാമിയുടെ വിഗ്രഹം. അതിപ്പോൾ കാണാനുമുണ്ട്. കാരണം അങ്ങനെ ഒരു സമർപ്പണമായപ്പോൾ ഞങ്ങൾ നേരത്തെ ഉദ്ദേശിച്ച എന്താണോ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഗ്രഹം എങ്ങനെയാണോ അതേ ചൈതന്യത്തിൽ തന്നെയാണ്, ഒട്ടും കുറവ് വരാതെ പുതിയ വിഗ്രഹം ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രതിഷ്ഠയോടുകൂടി തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ. കാരണം സർവ്വചരാചരങ്ങൾക്കും, മനുഷ്യർക്കും, പ്രകൃതിക്കും, ഭൂമിക്കും, ആകാശത്തിനും, ഈ പറഞ്ഞ പോലെ വൃക്ഷലതാദികൾക്കും, കടലിനും സർവവും ഐശ്വര്യം പത്മനാഭസ്വാമിയുടെ ഈ താഴികക്കുടം ഒരുപക്ഷെ അതിശയോക്തിയായിട്ട് തോന്നാം ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ്, വിശ്വാസമല്ല, അതിന് മേലെ. കാരണം 270 വർഷം മുമ്പ് ഇതുണ്ടായിരുന്ന സമയത്തുള്ള വരിനെല്ലുകൾ ഞങ്ങൾ ഇതിനകത്ത് നോക്കി. ഞവര നെല്ലെന്ന് പറയുന്ന ഒരു നെല്ലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഞങ്ങളെപ്പോഴും അതിശയിച്ചുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും മുളപ്പിച്ചെടുക്കാൻ പറ്റുമോ, അതിൽ നിന്ന് വീണ്ടും നെല്ല് മുളപ്പിച്ചെടുത്തിട്ട് ആ നെല്ല് കൊണ്ട് ഇത് നിറയ്ക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തി. പക്ഷെ ആ സമയത്താണ് കോവിഡും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് 150 കിലോ നെല്ലാണ് ഞങ്ങൾ അതിനകത്ത് കിട്ടുന്നത്. ഏറ്റവും കൃഷി ചെയ്തിട്ട് തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്ത് ഇത് കൃഷി ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് കൃഷി ചെയ്തെടുത്തിട്ടുള്ള നെല്ലാണ് നമ്മളിപ്പോൾ നവര നെല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താഴെക്കുളത്തിന്റെ പ്രാധാന്യം അത്രയുണ്ട്. 270 വർഷം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മഹാസംഭവമാണ്. ആ സംഭവത്തിൽ ഭാഗഭാക്കാവാൻ കഴിയുന്നത് തന്നെ പുണ്യമാണ്, പുണ്യ ജന്മമാണെന്നാണ് അത് തീർച്ചയായും. ഇതിൻ്റെ ഈ അതിനകത്ത് നെല്ല് തളിക്കുന്നതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്, എന്തെങ്കിലും ക്ഷാമമോ എന്തെങ്കിലും നാട് നശിച്ചൊക്കെ പോവുകയാണെങ്കിൽ വിതയ്ക്കാനെങ്കിലും ഒരു വിത്ത് വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്ന സങ്കല്പം. ഓക്കെ, എല്ലാവരും ക്ഷണിക്കുകയാണ് ക്ഷേത്ര ദർശനത്തിന്. ആ ദിവസം 7 മണി വരെ പരമാവധി ഭക്തജനങ്ങളെ ക്ഷേത്ര ദർശനം നടത്തി വിടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, വൈകുന്നേരം വരെ. എല്ലാ മാധ്യമ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഭഗവാന്റെ ഈ ദിവസം ഭഗവാനെ ദർശിക്കണമെന്ന്, ആ ദർശനം നടത്തി സായുജ്യമടയണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.